ഇത് മനസ്സിലാക്കിയാൽ പണം നിങ്ങളെ പിന്തുടരും. സാമ്പത്തിക വിജയത്തിന്റെ 80% മനഃശാസ്ത്രമാണ്. വെറും 20% മാത്രമേ സാമ്പത്തിക അറിവുള്ളൂ. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് റൊണാൾഡ് റീഡ് എന്ന ഒരു സാധാരണ ഗ്യാസ് സ്റ്റേഷൻ ജീവനക്കാരനും ശുചീകരണ തൊഴിലാളിയും. അദ്ദേഹം $8 ദശലക്ഷം സമ്പാദിച്ചത് വലിയ ബിരുദങ്ങൾ കൊണ്ടല്ല, മറിച്ച് ക്ഷമയോടെയുള്ള നിക്ഷേപം കൊണ്ടാണ്. പണം സമ്പാദിക്കുന്നതും ആ സമ്പത്ത് നിലനിർത്തുന്നതും തികച്ചും വ്യത്യസ്തമായ രണ്ട് കഴിവുകളാണ്. 1929 ഓഹരി വിപണി തകർച്ചയിൽ ജെസ്സി ലിവർമോർ എന്ന നിക്ഷേപകൻ ഒറ്റ ദിവസം കൊണ്ട് $3 ബില്യൺ ഉണ്ടാക്കി. എന്നാൽ പിന്നീട് അമിത ആത്മവിശ്വാസത്തോടെയുള്ള തീരുമാനങ്ങൾ കാരണം അദ്ദേഹത്തിന് തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഇതിൽ നിന്നും നാം പഠിക്കേണ്ടത് കൂട്ടുപലിശയുടെ അഥവാ കമ്പൗണ്ടിങ്ങിന്റെ ശക്തി നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വോറൻ ബഫറ്റിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗവും $81.5 ബില്യൺ വന്നത് അദ്ദേഹത്തിന്റെ 65ാം ജന്മദിനത്തിന് ശേഷമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ചെറിയ ലാഭം കിട്ടുന്നതിനേക്കാൾ 2.25 മടങ്ങ് അധികം വേദനയാണ് അതേ അളവിലുള്ള നഷ്ടം അഥവാ ലോസ് അവോഷൻ നമുക്ക് നൽകുന്നത്. പുറമേ കാണുന്ന ആഡംബരങ്ങളല്ല, മറിച്ച് നാം വാങ്ങാതെ മാറ്റിവെക്കുന്ന കാറുകളും വസ്തുക്കളുമാണ് യഥാർത്ഥ സമ്പത്ത്. ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, തികച്ചും ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെയും നാം പണം ലാഭിക്കണം. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരോടൊപ്പം ചെയ്യണമെന്ന് നിങ്ങളുടെ സമയം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് പണം നൽകുന്ന ഏറ്റവും വലിയ നേട്ടം. ചുരുക്കത്തിൽ, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതിയും പെരുമാറ്റവും മാറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പു നൽകും.